ഹലോ നമസ്കാരം. ദിവ്യ എസ് അയ്യർ ഈ ഒരു പേര് കേട്ടിട്ടുണ്ടോ? ഈ ഒരു പേര് കേട്ടിട്ടില്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്നവർക്ക് ഈ ഒരു പേര് നന്നായിട്ട് തന്നെ അറിയാം. അപ്പോൾ എന്തായാലും ദിവ്യ എസ് അയ്യർ പേര് കേട്ടിട്ടില്ലാത്തവർക്ക് ഞാൻ പറയാം, ഇത് മുൻ പത്തനംതിട്ട ജില്ലാ കളക്ടറായിരുന്നു. അതേപോലെ തന്നെ നല്ലൊരു ഓതറാണ്, നല്ലൊരു എഡിറ്ററാണ്. അതുപോലെ തന്നെ ഇപ്പം വിഴിഞ്ഞം സീപോർട്ടിൻ്റെ MD ആണ്. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കോൺഗ്രസ് നേതാവും അതേപോലെ തന്നെ മുൻ MLA യുമായിട്ടുള്ള ശബരിനാഥിൻ്റെ വൈഫാണ്. അപ്പോൾ എന്തായാലും ദിവ്യ എസ് അയ്യർ ഈ ഒരു പേര് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നല്ലൊരു കവിത ദിവ്യ എസ് അയ്യർ നമുക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിലൂടെ പാടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു കവിത ഞാൻ ഇവിടെ വയ്ക്കാം. പക്ഷേ ഈ ഒരു കവിത കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് വികാരം ഉണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല. പ്രത്യേകിച്ച് ക്രൈസ്തവരായിട്ടുള്ളവർക്ക് അങ്ങനത്തെ ഒരു കവിതയാണ്. എന്തായാലും ഈ ഒരു കവിത കേട്ടിട്ട് നമുക്ക് ബാക്കി പറയാം. യേശു ഒരു കറുത്ത വർഗക്കാരനായിരുന്നു എന്നതിന് 3 നല്ല വാദങ്ങളുണ്ട്. 1, അവനെല്ലാവരെയും സഹോദര എന്ന് വിളിച്ചിരുന്നു. 2, അവൻ സുവിശേഷം പറയുവാൻ ഇഷ്ടപ്പെട്ടു. 3, അവന് നല്ല ഒരു വിചാരണ ലഭിച്ചില്ല. പക്ഷേ യേശു ഒരു ജൂതനായിരുന്നു എന്നതിനും 3 തത്തുല്യവാദങ്ങളുണ്ട്. 1, അവൻ അപ്പന്റെ തൊഴിലിൽ ഏർപ്പെട്ടു. 2, അവൻ 32 വയസ്സുവരെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞു. 3, അമ്മ കന്യകയാണെന്നവനും അവൻ ദൈവമാണെന്നമ്മയും വിശ്വസിച്ചു. പക്ഷേ യേശു ഒരു ഇറ്റലിക്കാരനാണ് എന്നതിനും 3 തത്തുല്യവാദങ്ങളുണ്ട്. 1, അവൻ ആംഗ്യങ്ങൾ കൊണ്ട് സംസാരിച്ചു. 2, ഓരോ ഭക്ഷണത്തിനോടൊപ്പവും അവൻ വീഞ്ഞു കുടിച്ചു. 3, അവൻ ഒലീവെണ്ണ ധാരാളം ഉപയോഗിച്ചു. പക്ഷേ യേശു കാലിഫോർണിയക്കാരനായിരുന്നു എന്നതിനും 3 തത്തുല്യവാദങ്ങളുണ്ട്. 1, അവൻ ഒരിക്കലും മുടി മുറിച്ചില്ല. 2, എല്ലാ സമയവും അവൻ നഗ്നപാതനായി ചുറ്റി നടന്നു. 3, അവൻ ഒരു പുതിയ മതം തുടങ്ങിവച്ചു. പക്ഷേ യേശു അയർലൻഡുകാരനായിരുന്നു എന്നതിനും 3 തത്തുല്യവാദങ്ങളുണ്ട്. 1, അവൻ വിവാഹമേ കഴിച്ചില്ല. 2, അവൻ എപ്പോഴും കഥകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. 3, അവൻ പുൽമൈതാനങ്ങളെ സ്നേഹിച്ചു. എന്നാൽ യേശു ഒരു സ്ത്രീയായിരുന്നു എന്നതിന് 3 ശക്തമായ വാദങ്ങളുണ്ട്. ഏതൊക്കെയെന്നോ? 1, തീരെ ഭക്ഷണമില്ലാതിരുന്ന സമയത്ത് ഒരു നിമിഷത്തെ മുന്നറിയിപ്പിൽ ഒരാൾക്കൂട്ടത്തെ അവനൂട്ടേണ്ടി വന്നു. 2, ഒരിക്കലും ഒന്നും മനസ്സിലാവാത്ത പുരുഷാരത്തിനു കുറുകെ സന്ദേശമയക്കുവാൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. 3, പണികൾ ചെയ്തു തീർക്കാൻ ബാക്കിയുള്ളതുകൊണ്ട് മരിച്ചിടത്തു നിന്ന പോലും അവൻ എണീറ്റു വരേണ്ടി വന്നു. അപ്പോൾ കവിതയിലെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ ജീസസ് ക്രൈസ്റ്റ് ആണ്. മെനി ഫേസസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ശരിക്കും നിങ്ങൾക്കിത് കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഇത് ശരിക്കും ദിവ്യ എസ് അയ്യർ ഒന്നും പറഞ്ഞതല്ല കേട്ടോ. ഇതിനു മുമ്പ് ഇതേപോലെയുള്ള കാര്യങ്ങൾ ചർച്ചയിൽ വന്നിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളുണ്ട്, ഇപ്പോഴും ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് വേറെ വീഡിയോസ് എന്തെങ്കിലും ഉണ്ടോ എങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ, നമ്മുടെ ഒരു ഫാദർ, ഒരു അച്ഛൻ ഇതിനെക്കുറിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ യൂട്യൂബിലൂടെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ കൂടെ ഇതിനകത്തൊന്ന് വെക്കാൻ കേട്ടോ. എല്ലാവരും തെറ്റാണെന്ന് ഇലോൺ മസ്ക് തെളിയിച്ചു. അത് അസാധാരണമല്ല, പക്ഷെ അദ്ദേഹം തെളിയിച്ചതാണ് രസകരമായത്. ഈ ലോക കോടീശ്വരൻ യേശുവിന്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തി. ഇത് ക്രിസ്ത്യാനികളെ അത്ഭുതപ്പെടുത്തി. ക്രിസ്തുവാണെന്ന് നമ്മൾ കരുതിയിരുന്ന ചിത്രങ്ങൾ യഥാർത്ഥത്തിൽ അവനല്ലെന്ന് എല്ലാവരെയും കാണിക്കുവാൻ ഇലോണിന് കഴിഞ്ഞു. അപ്പോൾ പള്ളികളിൽ തൂക്കിയിട്ടിരുന്ന എല്ലാ ചിത്രങ്ങളും പ്രതിമകളും യേശു ക്രിസ്തു അല്ലായിരുന്നെങ്കിൽ അവ ആരായിരുന്നു? യഥാർത്ഥ യേശു ക്രിസ്തു എങ്ങനെയിരിക്കും? എല്ലാം വളരെ അമ്പരിപ്പിക്കുന്ന ചോദ്യങ്ങൾ. നൂറ്റാണ്ടുകളായി വളരെ വിവാദപരമായ ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഇലോൺ മസ്കിന് വേറിട്ട് നിൽക്കാൻ കഴിഞ്ഞത്. യേശു ക്രിസ്തുവിന്റെ യഥാർത്ഥ പ്രതിച്ഛായ മനസ്സിലാക്കുവാൻ അദ്ദേഹം വസ്തുത, ചരിത്രം, ഗവേഷണം എന്നിവ ഉപയോഗിച്ചു.
എന്നാൽ യേശുവിൻ്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തിയിട്ടുണ്ടാകാമെങ്കിലും ഉത്തരം കണ്ടെത്തേണ്ട ചില ചോദ്യങ്ങളുണ്ട്. യേശു എങ്ങനെയായിരുന്നുവെന്നാണ് ആളുകൾ കരുതിയത്? അത് വാർണർ സാൽമാനിലേക്ക് നമ്മെ എത്തിക്കുന്നു. വളരെ പ്രചാരത്തിലായ യേശുവിൻ്റെ ചിത്രം വരച്ചത് സൽമാനാണ്. എന്നാൽ യേശു അങ്ങനെയായിരുന്നുവെന്ന് അദ്ദേഹം എങ്ങനെ കണ്ടെത്തി? നിങ്ങൾ വളരെയധികം കേട്ടിട്ടുള്ളതും എന്നാൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്തതുമായ ഒരാളുടെ ചിത്രം നിങ്ങളുടെ കൈവശമുണ്ട് എന്ന് സങ്കല്പിക്കുക. അത് വാർണർ സാൽമാന്റെ യേശു ക്രിസ്തുവിൻ്റെ പെയിന്റിംഗ് പോലെയാണ്. ദി ഹെഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന പ്രശസ്തമായ ചിത്രമാണ് ഇത്. ലോകമെമ്പാടുമുള്ള നിരവധി ആളുകൾ യേശു എന്ന പേര് കേൾക്കുമ്പോൾ അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. എന്നാൽ ആ ചിത്രം യേശു യഥാർത്ഥത്തിൽ എങ്ങനെയായിരുന്നുവെന്ന് പറയുന്നില്ല. 1940കളിലെ ഒരു അമേരിക്കൻ കലാകാരനായിരുന്നു വാർണർ സാൽമാൻ. ആശ്വാസകരവും പരിചിതവുമാണെന്ന് തോന്നുന്ന ചിത്രങ്ങൾ സൃഷ്ടിക്കുവാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടു. ഒരു ദിവസം യേശുവിനെ ദയയുള്ളവനും അടുപ്പമുള്ളവനുമായ ഒരാളായി സങ്കല്പിക്കുവാൻ സഹായിക്കുന്ന ഒരു പെയിന്റിങ്ങിന് അദ്ദേഹത്തിന് ഒരു ആശയമുണ്ടായിരുന്നു. സമാധാനത്തിന്റെയും സൗമ്യതയുടെയും സന്ദേശം വരച്ചു കാട്ടുകയായിരുന്നു അദ്ദേഹം. യേശുവിന്റെ പ്രതിച്ഛായ സൃഷ്ടിക്കുവാൻ തന്റെ കാലഘട്ടത്തിലെ ആളുകൾക്ക് മനോഹരവും കുലീനവുമായി തോന്നാവുന്ന കാര്യങ്ങളെക്കുറിച്ച് സാൽമാൻ ചിന്തിച്ചിരിക്കാം. അദ്ദേഹം യേശുവിന് മൃദുവായ തിളങ്ങുന്ന മുടിയും ശാന്തവുമായൊരു മുഖവും നൽകി. എന്നാൽ സാൽമാന് യേശുവിന്റെ പഴയ ചിത്രങ്ങളോ വിവരണങ്ങളോ ഉണ്ടായിരുന്നില്ല. കാരണം അവയൊന്നും ഉണ്ടായിരുന്നില്ല. യേശു ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ആരും അദ്ദേഹത്തെ വരയ്ക്കുകയോ പെയിന്റ് ചെയ്യുകയോ ചെയ്തില്ല. നിങ്ങളുടെ ഭാവനയിൽ നിന്ന് ഒരാളുടെ ചിത്രം വരച്ച് അവർ എങ്ങനെ പ്രത്യക്ഷപ്പെടുമെന്ന് ഊഹിക്കുന്നത് പോലെയാണ് ഇത്. സൽമാന്റെ യേശു യഥാർത്ഥ ഹിസ്റ്റോറിക്കൽ ജീസസിനേക്കാൾ തന്റെ സംസ്കാരത്തിൽ നിന്നുള്ള ആളുകളെ പോലെയായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ചിത്രം ഇപ്പോഴും ഇത്രയധികം ആളുകൾക്ക് അഫെക്ഷൻ ഉണ്ടാക്കുന്നത്? ശരി, സൽമാന്റെ പെയിന്റിംഗ് എല്ലായിടത്തും അച്ചടിച്ചതിനാൽ വളരെ ജനപ്രിയമായി. പള്ളികളിലും സ്കൂളുകളിലും വീടുകളിലും ആളുകൾക്ക് അവരുടെ പോക്കറ്റിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ചെറിയ കാർഡുകളിലും പോലും ഈ പെയിന്റിംഗ് ഉണ്ടായിരുന്നു. കാലക്രമേണ ആ ചിത്രം വളരെ സാധാരണമായി തീർന്നു. അത് എവിടെ നിന്നാണ് വന്നതെന്ന് ആളുകൾ ചിന്തിക്കുന്നത് നിർത്തി. ചില പള്ളികൾ അത് ബലിപീഠത്തിന് മുകളിൽ തൂക്കിയിട്ടു. മറ്റു ചിലർ സൺഡേ സ്കൂൾ ക്ലാസ് മുറികളിൽ അത് ഉപയോഗിച്ചു. യേശുവിനെ സങ്കല്പിക്കുന്നതിനുള്ള ഒരു കുറുക്കു വഴിയായി ഇത് മാറി. ആളുകൾ അത് സ്വീകരിച്ചു. പെയിന്റിംഗ് ഇളം ചർമ്മവും മൃദുവായ തവിട്ട് നിറമുള്ള മുടിയും നീല കണ്ണുകളുള്ള വളരെ യൂറോപ്യൻ രൂപത്തിലുള്ള യേശുവിനെയാണ് അത് ചിത്രീകരിച്ചത്. അത് കൃത്യതയില്ലാത്തതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടി. യേശു ഒരു മിഡിൽ ഈസ്റ്റേൺ പശ്ചാത്തലത്തിൽ നിന്നാണ് വന്നതെന്ന് ആളുകൾ മറന്നുപോയി. എന്നാൽ പലർക്കും ആ വിശദാംശങ്ങൾ പ്രശ്നമല്ല. അവർ അത് അവരുടെ വിശ്വാസത്തിന്റെ പ്രതീകമായി കണ്ടു. ജിം കാവിസൽ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന സിനിമയിൽ യേശുവിനെ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രകടനം വളരെ ബോധ്യപ്പെടുത്തുന്നതായിരുന്നു. പലർക്കും അദ്ദേഹമാണ് ക്രിസ്തുവിന്റെ മുഖമായി പിന്നീട് മാറിയത്. സിനിമ ശക്തവും വൈകാരികവുമായിരുന്നു. യേശുവിന്റെ അവസാന നാളുകളെ അസംസ്കൃതവും യാഥാർത്ഥ്യബോധമുള്ളതുമായ രീതിയിൽ കാണിച്ചു തന്നു. കാവിസലിന്റെ ചിത്രീകരണം ഹൃദയസ്പർശിയായിരുന്നു. പ്രേക്ഷകർക്ക് അദ്ദേഹത്തിന്റെ മുഖം മറയ്ക്കാൻ കഴിഞ്ഞില്ല. താൻ വെറുമൊരു നടനാണെന്നും ആ വേഷം തന്നെയല്ല ദൈവത്തിലേക്ക് വിരൽ ചൂണ്ടാനാണ് ഉദ്ദേശിച്ചതെന്നും ജിം കാവിസൽ പലപ്പോഴും ആളുകളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ചിലർ ആശങ്കപ്പെടുന്നത് യേശുവിന്റെ സന്ദേശത്തിന് പകരം രൂപഭാവത്തിലാണ് ഇത് വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നാണ്. കൂടാതെ സാൽമാന്റെ പെയിന്റിംഗ് പോലെ ഇത് ക്രിസ്തു മതത്തിന്റെ വൈവിധ്യത്തെ തെറ്റായി പ്രതിനിധീകരിക്കുന്ന ഒരു യൂറോപ്യൻ രൂപത്തിലുള്ള യേശുവിനെ കാണിക്കുന്നു. എന്നാൽ ആളുകൾക്ക് അവരുടെ വിശ്വാസം യഥാർത്ഥവും വ്യക്തിപരവുമാക്കുന്നതിനുള്ള ഒരു മാർഗമായി ഈ ചിത്രം നിലനിൽക്കുന്നു. യേശുവിനെ സങ്കല്പിച്ച കലാകാരന്മാരുടെ കണ്ണിലൂടെ നമ്മളിപ്പോൾ യേശുവിനെ കണ്ടുകഴിഞ്ഞു. എന്നാൽ അവൻ യഥാർത്ഥത്തിൽ എങ്ങനെയിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ആയിരക്കണക്കിന് വർഷങ്ങൾ പിന്നിലേക്ക് പോയി യേശു ക്രിസ്തുവിനെ നേരിട്ട് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് സങ്കല്പിച്ച് നോക്കൂ. അവൻ എങ്ങനെയിരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നു? സിനിമകളിൽ കണ്ടിട്ടുള്ളതും നിങ്ങൾ കണ്ടിട്ടുള്ളതുമായ എല്ലാ ചിത്രങ്ങളും ഇപ്പോൾ മറക്കുക. അവൻ യഥാർത്ഥത്തിൽ എങ്ങനെയിരിക്കുമായിരുന്നു? യേശു ജീവിച്ചിരുന്ന കാലത്തേക്കും സ്ഥലത്തേക്കും നിങ്ങൾ ശരിക്കും തിരിച്ചുപോയാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം. ഇന്ന് നമ്മളിൽ പലരും സങ്കല്പിക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി യേശു എങ്ങനെയിരിക്കുമായിരുന്നു? ആദ്യം തന്നെ പറഞ്ഞാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് മധ്യപൂർവ്വദേശത്തുള്ള ജുദയ്യ എന്ന പ്രദേശത്ത് ജീവിച്ചിരുന്ന ഒരു യഹൂദ മനുഷ്യനായിരുന്നു യേശു. അക്കാലത്തെ ആളുകൾ നമ്മളിൽ പലരും കണ്ടിട്ടുള്ള ചിത്രങ്ങളോ സിനിമകളോ പോലെയൊന്നുമായിരുന്നില്ല. അവർക്ക് ഇരുണ്ട ചർമ്മവും ഇരുണ്ട മുടിയും ഇരുണ്ട കണ്ണുകളും ഉണ്ടായിരുന്നു. ആ പ്രദേശത്തെ ആളുകൾക്കിടയിൽ സാധാരണമായിരുന്ന സവിശേഷതകളായിരുന്നു അത്. യേശു തൻ്റെ സമൂഹവുമായി ഇഴുകിച്ചേരുമായിരുന്നു. തൻ്റെ കാലത്തെ ഒരു സാധാരണ മനുഷ്യനെ പോലെയായിരുന്നു. അവൻ മറ്റുള്ളവരെക്കാൾ ഉയരമുള്ളവനോ ആകർഷകനോ ആയിരുന്നില്ല. ബൈബിൾ ഇതിനെക്കുറിച്ച് സൂചന നൽകുന്നു. യെശയ്യാവ് 53:2 അവന്റെ രൂപഭാവത്തിൽ ആളുകൾ അവനെ ശ്രദ്ധിക്കാൻ ഇടയാക്കുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. അതായത് യേശു തൻ്റെ കാലത്ത് മധ്യപൂർവ്വദേശത്തെ തിരക്കേറിയ ഒരു ചന്തയിലൂടെ നടന്നു പോകുന്ന മറ്റേതൊരു മനുഷ്യനെയും പോലെയായിരുന്നു കാണപ്പെട്ടിരുന്നത്. ഇനി അവന്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക. യേശു ഒരു രാജാവോ കൊട്ടാരത്തിൽ താമസിച്ചിരുന്ന ആളോ ആയിരുന്നില്ല. നസറേത്ത് എന്ന ചെറിയ ഗ്രാമത്തിലാണ് യേശു വളർന്നത്. തൻ്റെ ഭൗമിക പിതാവായ യോസേഫിനൊപ്പം ഒരു മരപ്പണിക്കാരനായി ജോലി ചെയ്തു. അക്കാലത്ത് മരപ്പണി വെറും നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമായിരുന്നില്ല, അത് കഠിനമായ ശാരീരിക അധ്വാനമായിരുന്നു. ഭാരമുള്ള മരം ഉയർത്തുന്നതും അടിസ്ഥാന ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതും സൂര്യന് കീഴിൽ പുറത്ത് ജോലി ചെയ്യേണ്ടി വരുന്നതും നിങ്ങൾ സങ്കല്പിക്കുക. വർഷങ്ങളോളം നീണ്ടുനിന്ന കൈവേലയിൽ നിന്ന് പരുക്കൻ കൈകളുള്ള ശക്തനായിരിക്കും യേശു എന്നാണ് ഇതിനർത്ഥം. ചിത്രങ്ങളിൽ കാണുന്നത് പോലെ വിളറിയതും മിനുസമാർന്നതുമായിരിക്കില്ല. സൂര്യപ്രകാശവും കാറ്റും അവന്റെ ചർമ്മത്തെ പ്രതികൂലമായി ബാധിച്ചിരിക്കാം. കഠിനാധ്വാനം ചെയ്യുക എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാവുന്ന ഒരു മനുഷ്യനായിരുന്നു യേശു. എന്നാൽ യേശുവിന്റെ മുഖം വെളുത്തതായിരുന്നു എന്ന് സങ്കല്പിക്കുന്നവരും വിശ്വസിക്കുന്നവരും ഉണ്ട്.
അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ, ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാല പോലെയും, കാൽ ഉലയിൽ ശുദ്ധീകരിച്ച് തേച്ചുമിനക്കിയ വെള്ളോട് പോലെയും, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു എന്ന് വെളിപ്പാട് പുസ്തകം 1:14-15 വാക്യങ്ങളിൽ പറയുന്നു. ദാനിയേൽ 7:9 പറയുന്നു, കാലാതീതനായ ഒരുവൻ ഇരുന്നു, അവൻ്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും, അവൻ്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും, അവൻ്റെ സിംഹാസനം അഗ്നിജ്വാലയും, അവൻ്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. യേശുവിൻ്റെ രൂപഭംഗിയല്ല അവനെ പ്രത്യേകത ഉള്ളവനാക്കിയത് എന്നത് ശ്രദ്ധിക്കുക. അവൻ വ്യത്യസ്തനായോ ആകർഷകനായോ കാണപ്പെട്ടതുകൊണ്ടല്ല ആളുകൾ അവനെ പിന്തുടർന്നത്. അവൻ പറഞ്ഞതും ചെയ്തതും അവരെ എങ്ങനെ അനുഭവിപ്പിച്ചു എന്നതും കണക്കിലെടുത്താണ് അവർ അവനെ പിന്തുടർന്നത്. യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ, ദയ, അത്ഭുതങ്ങൾ എന്നിവയാണ് ആളുകളെ അവനിലേക്ക് ആകർഷിച്ചത്, അല്ലാതെ യേശുവിൻ്റെ ശാരീരിക രൂപങ്ങളല്ല. അപ്പോൾ എന്തായാലും സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന ഇങ്ങനെയുള്ള യൂട്യൂബ് വീഡിയോകൾ വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട. അത് ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ അവരുടെ രീതിക്ക് അവർ വീഡിയോ ചെയ്ത് ഇടുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് വേറൊരു വീഡിയോ കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം എന്ന വ്യക്തി ഈ ഒരു വീഡിയോ, എനിക്ക് തോന്നുന്നു ഈ ഒരു ദിവ്യ സയ്യറുടെ ഒരു വീഡിയോയ്ക്ക് ശേഷം ഇട്ട വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു വീഡിയോ കൂടെ ജസ്റ്റ് ഒന്ന് കാണാം. കർത്താവായ യേശുക്രിസ്തു എന്ന ദൈവപുത്രനെക്കുറിച്ച് ഈ മാന്യ മഹിളാരത്നം പറയുന്ന 3 വാദങ്ങൾ. 1, യേശു ഒരു കറുത്ത വർഗ്ഗക്കാരനാണ്. 2, യേശു ഒരു യഹൂദനാണ്. 3, യേശു ഒരു ഇറ്റാലിയനാണ്. ഈ 3 വാദങ്ങളും ഒരു പാട്ട് രൂപേണ അവർ പാടിയിട്ട് ഏകദേശം ചില ലോജിക്കുകൾ തൻ്റെ വാദം തെളിയിക്കാനായിട്ട് മുമ്പോട്ട് വെക്കുന്നുണ്ട്. അതിലൊന്നാണ് ഈ യേശു ഒരു ബ്ലാക്കാണ് എന്ന് പറയാൻ ഉപയോഗിക്കുന്ന ന്യായം. അദ്ദേഹം എല്ലാ മനുഷ്യരെയും സഹോദര എന്നാണ് വിളിച്ചത്. അത് തന്നെ തെറ്റായിട്ടുള്ള ഒരു കണ്ടെത്തലാണ്. യേശു ചിലരെ സഹോദര എന്ന് വിളിച്ചിട്ടുണ്ട്. നമ്മുടെ അറിവിൽ ഈ സഹോദര എന്ന് യേശു വിളിച്ചിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ തന്നെ സഹോദരനായിട്ടുള്ള, അല്ലെങ്കിൽ യേശുവിൻ്റെ ചെറിയമ്മയുടെ മകനായിട്ടുള്ള യോഹന്നാൻ അപ്പോസ്തലനെയാണ്. അത് ക്രൂശിൽ കിടക്കുന്ന വേളയിൽ തൻ്റെ അമ്മയായ മറിയത്തെ ഈ യോഹന്നാൻ്റെ പക്കലേക്ക് ഏൽപ്പിച്ചുകൊണ്ട്, സഹോദര ഇതാ നിൻ്റെ അമ്മ, മറിയത്തോട് സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ എന്ന് പറയുന്ന ഒരു പ്രസ്താവനയാണ്. ഇതര ബൈബിൾ ഭാഗങ്ങളിൽ സഹോദര എന്ന് യേശു ആരെങ്കിലും അഭിസംബോധന ചെയ്തതായിട്ട് എൻ്റെ അന്വേഷണത്തിലില്ല. ഉണ്ടെങ്കിൽ ആ റെഫറൻസ് അറിവുള്ളവർ ഇടുക. ഇനി സഹോദര എന്ന് വിളിച്ചെങ്കിൽ അതിങ്ങനെ ഒരാൾ ബ്ലാക്ക് ആകും അല്ലെങ്കിൽ കറുത്ത വംശജനാകും എന്നത് അതിന് ആധാരമായിട്ടുണ്ട്. ഒരുപക്ഷെ ഈ മാന്യ വനിത സഹോദരൻ അയ്യപ്പൻ, ഇന്ന് സഹോദരൻ അയ്യപ്പൻ്റെ ജന്മദിനം കൂടിയാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക നവോത്ഥാനത്തിനേറെ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ഈഴവ പശ്ചാത്തലമുള്ള സഹോദരൻ അയ്യപ്പൻ, അദ്ദേഹമാണ് നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായി വരികയും പിൽക്കാലഘട്ടത്തിൽ അദ്ദേഹം സഹോദരൻ അയ്യപ്പൻ എന്ന പേര് സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. സഹോദരൻ അയ്യപ്പൻ ശ്രീനാരായണ ഗുരുവിനെയും മറികടന്നുകൊണ്ട് ഗുരു പഠിപ്പിച്ചു, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യൻ. അയ്യപ്പൻ പഠിപ്പിച്ചത് ഒരു ജാതിയില്ല, ഒരു മതമില്ല, ഒരു ദൈവമില്ല എന്നായിരുന്നു. സഹോദരൻ അയ്യപ്പനെ ഇനി അയ്യരായിട്ടുള്ള ദിവ്യയ്ക്ക് അവർണനായി കാണാൻ തോന്നിയ ബോധം കൊണ്ടാണോ സഹോദര എന്ന് വിളിക്കുന്നവർ എല്ലാ അവർണരാണ് എന്നുള്ള ഒരു ചിന്ത രൂപപ്പെട്ടതെന്ന് എനിക്കറിയില്ല. ഇനിയാണെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല. യേശുവിനെ വർണ്ണ വീക്ഷണത്തിൽ അവർ കണ്ടതിൽ എനിക്ക് വിരോധമില്ല. ഇപ്പോൾ ഇറ്റാലിയനായിട്ട് കണ്ടതുകൊണ്ടോ അതല്ലെങ്കിൽ ജൂതനായി കണ്ടതുകൊണ്ടോ എനിക്കതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും സന്തോഷക്കുറവൊന്നുമില്ല. കാരണം യേശു ഇതെല്ലാമാണ്. കാരണം മാനവകുലം മുഴുവൻ ഒരു മാതാപിതാക്കളുടെ മക്കളെന്ന് പഠിപ്പിക്കുന്ന ഉയർന്ന നീതിബോധമാണ് വിശുദ്ധ ബൈബിളിലുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ട് ഇടുന്ന വീഡിയോകളാണ്. അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചിന്തയിൽ വരുന്ന കാര്യങ്ങൾ, അവർ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതെല്ലാം വെച്ചിട്ട് മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്ത് അവർ ചെയ്യുന്ന വീഡിയോകളാണ്. അപ്പോൾ വീഡിയോകൾ അങ്ങനെ പോട്ടെ, അത് നമുക്കൊരു പഠന രീതിയിൽ നമുക്ക് തന്നെ എടുക്കാം. പല കാര്യങ്ങളും നമുക്ക് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ ദിവ്യ സയ്യർ പറഞ്ഞ ഈ ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവർ പാടിയ കവിതയെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് വേറെ തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനെപ്പറ്റിയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ മുമ്പ് വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് മനസ്സിലാക്കാത്തവർക്ക് ഒരുപക്ഷെ ഇത് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഇതെന്താണ് ഇങ്ങനെ ചെയ്തേക്കണമെന്ന് തോന്നും. എന്തായാലും ഇവർ ഈ ഒരു കവിത എഴുതുമ്പോൾ റെഫറൻസ് എടുത്തിരിക്കുക. തീർച്ചയായിട്ടും ക്രൈസ്തവരായിട്ടുള്ള ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള, ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ക്രൈസ്റ്റിനെ കുറിച്ച് ഇപ്പോഴും പഠന വിധേയമാക്കിയിട്ടുള്ള ആളുകളുടെയൊക്കെ അവരുടെ എഴുത്തുകളിൽ നിന്നോ അങ്ങനെയുള്ള ആളുകളിൽ നിന്നായിരിക്കും ഈ ഒരു കവിത എഴുതാനുള്ള പ്രചോദനം ദിവ്യ സയ്യർക്ക് ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പഠനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ഒരു കവിതയായിട്ട് തന്നെ കാണുക. അപ്പോൾ ദിവ്യ സയ്യറുടെ മറ്റു കുറേ പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ അതൊക്കെ കാണുമ്പോൾ ഇവർ പല കാര്യങ്ങളെക്കുറിച്ചും ഇതേക്കുറിച്ചുള്ള വിമർശനാത്മകമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതും വീഡിയോസൊക്കെ ചെയ്തിരിക്കുന്നതും നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് യഥാർത്ഥത്തിൽ നമ്മൾ ബൈബിൾ അടിസ്ഥാനമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ നമ്മുടെ പള്ളികളിലോ വെച്ചിരിക്കുന്ന ബിംബങ്ങളോ അല്ലെങ്കിൽ ചിത്രങ്ങളോ അതൊന്നും യഥാർത്ഥത്തിൽ ജീസസ് ക്രൈസ്റ്റിൻ്റെ ചിത്രങ്ങളെയല്ല. ഓരോ ചിത്രകാരന്മാരുടെ സാങ്കല്പികമായിട്ട് അവരുടെ ആ ഒരു കഴിവായിട്ടുള്ള അവരുടെ സൃഷ്ടികളാണ്. അതാണ് നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ കാണാവുന്ന ചിത്രങ്ങൾ. അത് നമുക്കറിയാം. ഇപ്പോൾ ജീസസ് എന്ന ഒരു ഇംഗ്ലീഷ് സിനിമ, ഹോളിവുഡ് സിനിമയിലെ
നടൻ്റെ ഫോട്ടോ പോലും നമ്മുടെ വീടുകളിലൊക്കെ വെച്ച് ക്രൈസ്റ്റാന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്ന ഒരവസ്ഥ നമ്മുടെ മിക്ക മലയാളികളുടെ വീടുകളിലുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ്, നമ്മളൊരു ക്രൈസ്റ്റിൻ്റെ രൂപത്തിൽ കാണുന്ന ആ ക്രൈസ്റ്റിൻ്റെ രൂപസാദൃശ്യമുള്ള ഏത് ഫോട്ടോ എടുത്താലും നമുക്ക് അതൊരു ക്രൈസ്റ്റായിട്ട് തന്നെ നമ്മളത് വിശ്വസിക്കുന്നു എന്ന് മാത്രം ഉള്ളൂ. അല്ലാതെ അത് യഥാർത്ഥത്തിൽ ഒരു ക്രൈസ്റ്റിൻ്റെ ഒരു യഥാർത്ഥ രൂപം ഒന്നുമല്ല. ഒരു ക്രൈസ്തവ വിശ്വാസികളുള്ള ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ വിശ്വാസം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ പോലും നടക്കാത്ത ഒരു സംഭവമാണ് ഈ ഒരു ക്രൈസ്റ്റിനെ സംഭവിക്കുന്ന അല്ലെങ്കിൽ ക്രൈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല. അത് കാണാതെ നമ്മളത് വിശ്വസിക്കുകയും അതിൽ പറയുന്ന കാര്യങ്ങൾ ഇനി ഭാവിയിൽ എന്തൊക്കെ വരുമെന്ന് നമ്മൾ ചിന്തിക്കുകയും അതിനെ ഫോളോ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് യഥാർത്ഥത്തിലുള്ള ഒരു വിശ്വാസി എന്ന നിലയിൽ ഒരാൾ ആചരിക്കേണ്ട കാര്യമാണ്. ഒരിക്കലും ഒരു ഫോട്ടോ കണ്ടുകൊണ്ടോ ഒരു വിഗ്രഹം കണ്ടുകൊണ്ടോ അല്ല ഒരു ക്രൈസ്തവനായിട്ടുള്ള ഒരു വിശ്വാസി ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അത് അവൻ്റെ വിശ്വാസത്തിൽ മാത്രമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കവിത വന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കവിതകൾ പറയുന്ന കാര്യങ്ങൾ അവൻ കേട്ടതുകൊണ്ടോ ഒരിക്കലും ഒരു വികാരം തോന്നേണ്ട ആവശ്യമില്ല. ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ വിശ്വാസത്തിൽ എല്ലാവരും മുന്നോട്ട് പോവുക. പിന്നെ ഈ പറയുന്ന കവിത പാടിയ ദിവ്യ എസ് അയ്യരുടെ നല്ല നല്ല പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. അതൊക്കെ കേൾക്കുക. പ്രത്യേകിച്ച് ഇതേപോലെയുള്ള ബൈബിളിനെ കുറിച്ചും അല്ലെങ്കിൽ ബൈബിളിലെ ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ചുള്ള പഠനങ്ങൾ ഈ പറയുന്ന വീഡിയോയും യൂട്യൂബിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ പുസ്തകങ്ങളൊക്കെ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.